മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 70. നീ വെറുതെ ഇല്ലാത്ത പറയണ്ട സഹർ. എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന്. അതിതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അത് ചോദിക്കുമ്പോൾ ചുമ്മുവിൻ്റെ ശബ്ദം ഉയർന്നിരുന്നു. സഹറിനെ കാണുവാൻ വേണ്ടി അവൾ നിൽക്കുന്ന ജ്വല്ലറിയിലേക്ക് എത്തിയതായിരുന്നു വേദ. നീ എന്തൊക്കെ ഈ പെണ്ണെ പറയുന്നേ? നിന്റെ പങ്കുവിനോട് എനിക്കങ്ങനെ ഒരു ഇഷ്ടമില്ല. ശബ്ദം ഉയർത്തിയാണ് പറഞ്ഞതെങ്കിലും അതിലൊരു പതർച്ച നിറഞ്ഞിരുന്നു. ഓഹോ, അപ്പോൾ അങ്ങനെയാണല്ലേ. നിനക്കെന്നോട് കള്ളം പറയാനും നന്നായിട്ടറിയാം. ചുമ്മുവിൻ്റെ ചൊടികളിൽ അപ്പോഴും ചിരിയായിരുന്നു. വേദ, നീ വെറുതെ എന്നെ സംശയിക്കുക. എനിക്ക് മാൻവിക്കിനോട് നീ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധവും ഇല്ല. സഹർ അവളിൽ നിന്ന് മുഖം തിരിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിലൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഇത്രയധികം എൻ്റെ പങ്കുവിനെ സ്നേഹിക്കുന്ന ആൾ എന്തുകൊണ്ട് ബന്ധം ഉണ്ടാക്കുന്നില്ല എന്നാണ് ഞാനീ ചോദിക്കുന്നത്. അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിയിട്ട് സഹറിൻ്റെ കണ്ണുകളിലേക്ക് ചുമ്മാ ഉറ്റുനോക്കി. അവളൊന്നും മറുപടി പറഞ്ഞില്ല. പകരം തലയിൽ നിന്നും താഴേക്ക് ഊഴ്ന്നു വീഴാനായി തുടങ്ങിയ തട്ടമെടുത്ത് നേരെ ഇട്ടുകൊണ്ട് മുഖം കുനിച്ചു നിന്നു. സഹർ. ചുമ്മുവിന് അവളുടെ നിൽപ്പ് കണ്ട് ഒട്ടൊരു വല്ലായ്മ തോന്നി. അവൾ ആ പെണ്ണിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് കൈകൾ കവർന്നു. ഒരിക്കലും ഒന്നാവില്ലെന്ന് ഉറപ്പുള്ള ഒരു ബന്ധത്തിന് മുൻകൈ എടുത്തിട്ട് ഒരു കാര്യമില്ല വേദ. പതിയെങ്കിലും ഉറപ്പുള്ളതായിരുന്നു സഹറിൻ്റെ വാക്കുകൾ. ഒരിക്കലും നന്നാവില്ലെന്ന് നിനക്കെങ്ങനെ പറയാനാവും? ചോദ്യം ചുമ്മുവിൻ്റേതായിരുന്നു. എങ്ങനെ ഒന്നാവും? ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് വേദ. നീ എന്താ അത് മറന്നു പോകുന്നേ? ചുമ്മുവിനെ മുഖമുയർത്തി നോക്കിയ സഹറിൻ്റെ കണ്ണുകളിൽ തീർത്തും നിസ്സഹായതയായിരുന്നു. പ്രണയത്തിന് ജാതിയും മതമൊക്കെ ഉണ്ടോ? അങ്ങനെ നോക്കിയാണോ നീ പങ്കുവിനെ ഇഷ്ടപ്പെടുന്നത്? ചുമ്മു അവളെ നോക്കി ചിരിച്ചു. വേണ്ട വേദ, അതൊന്നും ശരിയാവുന്ന കാര്യമില്ല. ഒരു ഹിന്ദു ചെക്കനെ ഒരിക്കലും ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിക്കാൻ പാടില്ല. അത് ശരിയാവില്ല. സഹർ വാശി പിടിച്ചു. എന്താ കല്യാണം കഴിച്ചാൽ? കേട്ട് നിന്നവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നാട്ടുകാരെന്തു പറയും? അതുമാത്രമല്ല, ഞാനൊരു അനാഥയാണ് വേദ. സഹറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. നാട്ടുകാരല്ല നിനക്ക് ചെലവിന് തരുന്നേ. നീ അനാഥയായത് നിന്റെ കുറ്റമാണോ? പെണ്ണിൻ്റെ കവിളിൽ പടർന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചുമ്മാ അവളെ ശാസിച്ചു. നിന്റെ വീട്ടിലെ മരുമോളായിട്ട് എന്നെ അവർ കൈപിടിച്ച് കയറ്റുമോ? എന്തിനാ കൂടുതൽ പറയുന്നേ? ഈ ബന്ധത്തിന് എൻ്റെ അമ്പൂറ്റിയമ്മ സമ്മതിക്കുമോ വേദ? അതുമാത്രമല്ല, മാൻവിക്ക് ഇതുവരെ എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. സഹറിൻ്റെ ചോദ്യത്തിന് മുൻപിൽ ചുമ്മാ ഒന്ന് പതറി. എങ്കിലും മാഞ്ഞു പോയ പുഞ്ചിരി ചൊടികളിൽ വീണ്ടും അണിഞ്ഞുകൊണ്ട് അവൾ ആ ഉമ്മച്ചിക്കുട്ടിയെ സ്നേഹത്തോടെ നോക്കി. സമ്മതിക്കുമെങ്കിൽ? ചുമ്മുവിൻ്റെ മറുപടി ദൃഢമായിരുന്നു. വേണ്ടാടി, ഇതൊന്നും ഒരിക്കലും ശരിയാവില്ല. ഇങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നത് പോലും ശരിയല്ല. നിങ്ങളുടെ വീട്ടിലെ മരുമോളാകാൻ എന്ത് അർഹതയാണ് എനിക്കുള്ളത്? ചോദ്യങ്ങളും സംശയങ്ങളും ഏറെയായിരുന്നു അവൾക്ക്. അതിലുപരി പേടിയും നിസ്സഹായതയും അർഹതയില്ല എന്നൊരു തോന്നലും. നീ ഇനി അതിനെക്കുറിച്ച് എന്നോടൊന്നും സംസാരിക്കണ്ട. എൻ്റെ പങ്കുവിന് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതവൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും അതുകൊണ്ട് ഇക്കാര്യത്തിൽ പൂർണ്ണമായും ബാധ്യത എനിക്കാണ്. നീ സമാധാനമായിട്ടിരിക്കെ. ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാനായി തുടങ്ങുന്നവളെ തടയുവാനായി നോക്കിയെങ്കിലും ചുമ്മുവിൻ്റെ കണ്ണു ചിമ്മിയുള്ള ആ ചിരിയിൽ സഹർ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നുപോയി. നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാനാതെയെ പോലെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല സഹർ. എനിക്കറിയാം ആരുമില്ലായ്മ കൊണ്ട് നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. നിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ എൻ്റെ പങ്കു എന്നും സന്തോഷവാനായിരിക്കും. അവൻ്റെ പ്രണയം തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴേക്കും നീ നിൻ്റെ അനാഥത്വം മറക്കും. മേലേടത്തുകാർ ഹൃദയമില്ലാത്തവരല്ല. അച്ഛനായും അമ്മയായും ഏട്ടന്മാരായും ചേച്ചിമാരായും ഒക്കെ ഞങ്ങളെല്ലാവരും എന്നും നിൻ്റെ കൂടെ ഉണ്ടാവും. ജ്വല്ലറിയുടെ വാതിലും കടന്ന് പുറത്തേക്ക് നടക്കുന്നവളുടെ മനസ്സ് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു. മേലേടത്ത് വീട്ടിൽ വേറെ ഏത് പെണ്ണ് പങ്കുവിൻ്റെ ഭാര്യയായി വന്നാലും താനും അവനുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴും എന്ന് ഉറപ്പുള്ളതാണ്. സഹർ വന്നാൽ ഒരിക്കലും അങ്ങനെയൊരു അകലം തങ്ങൾ തമ്മിൽ ഉണ്ടാവില്ലെന്നുള്ള കുഞ്ഞു സ്വാർത്ഥതയും അവളിലപ്പോൾ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട്
ഒരു കാര്യം പറയാനുണ്ട്. ചുമ്മുവിൻ്റെ ശബ്ദം മേലെടുത്ത ഹാളിൽ ഉയർന്നു കേട്ടു. ചുറ്റും കൂടി നിന്നവർക്ക് കാര്യം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നെങ്കിലും എന്തോ ഗൗരവമുള്ളതാണ് ചുമ്മു പറയാൻ പോകുന്നതെന്ന് അവർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. എന്താ മോളെ? എല്ലാവർക്കും മുൻപിൽ നെഞ്ചിനു മുകളിൽ കൈകൾ രണ്ടും പിണച്ചു കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ചുമ്മുവിനെ ഒന്ന് നോക്കി നെറ്റിച്ചുളിച്ചു ദേവരാജൻ. സാധാരണ അമ്മയാണ് ഇങ്ങനെയുള്ള മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. പക്ഷെ ഇപ്പം അതിന് വിപരീതമായിട്ട് ചുമ്മു ഇങ്ങനെ, അതും ആദ്യമായിട്ട്. ദേവരാജൻ്റെ ചിന്തകൾക്ക് ചൂടുപിടിച്ചു. മുഖം ഗൗരവത്തിലായി. അടുത്തിരുന്ന അരിയന്മാരായ ശിവദാസൻ്റെയും കൃഷ്ണദാസിൻ്റെയും മുഖഭാവവും ഏകദേശം അതുതന്നെയായിരുന്നു. മേലിടത്തെ മരുമക്കളും കൊച്ചുമക്കളും ചുമ്മാ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയിൽ അവളെ തന്നെ ഉറ്റുനോക്കി. സാവിത്രിയുടെയും നാരായണിയമ്മയുടെയും കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു. എന്താ ചുമ്മു, എന്താണ് നിനക്ക് പറയാനുള്ളത്? നീ പറഞ്ഞതനുസരിച്ചാണ് എല്ലാവരെയും ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. നിശബ്ദമായ ഹാളിൽ നാരായണിയമ്മയുടെ ഒച്ച ഉയർന്നു. ഞാൻ നമ്മുടെ പങ്കുവിൻ്റെ കാര്യം സംസാരിക്കാനാണ് എല്ലാവരെയും ഇങ്ങോട്ട് വിളിപ്പിച്ചത്. തെല്ലും ഭയമേതും ഇല്ലാതെ തന്നെയാണ് അവൾ കാര്യം പറഞ്ഞു തുടങ്ങിയത്. എൻ്റെ കാര്യമോ? എന്ത് കാര്യം? പങ്കു സ്വയം അറിയാതെ തന്നെ ഞെട്ടലോടെ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പോയി. അവൻ്റെ അടുത്തായിരുന്ന അച്ചുവും വിവേകും വിപിനും അനിയുമൊക്കെ അവനെ ഒട്ടൊരമ്പരപ്പോടെ നോക്കി. അതേ അവസ്ഥയിലായിരുന്നു ഹാളിൽ കൂടിയിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ കണ്ണൻ മാത്രം ചുമ്മുവിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതേയുള്ളൂ. പങ്കുവിൻ്റെ കല്യാണക്കാര്യം സംസാരിക്കാൻ ചോദ്യം എല്ലാവരിൽ നിന്ന് എത്തുന്നതിന് മുൻപേ തന്നെ അവൾ ഒരു നിമിഷം മുൻപേ തന്നെ സംസാരിച്ചു തുടങ്ങി. കല്യാണപ്രായോ? പങ്കുവിൻ്റെയോ? അതിനിപ്പോൾ അവന് കല്യാണം കഴിക്കാനുള്ള പ്രായമായില്ലല്ലോ. 1-2 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരെ? കൃഷ്ണദാസൻ അവൾ പറയുന്നതൊന്നും തീർത്തും മനസ്സിലായില്ലായിരുന്നു. പങ്കുവിനൊരു പെങ്കൊച്ചിനെ ഇഷ്ടമാണ് കിച്ചുമാവേ. ആ കുട്ടിക്ക് തിരിച്ചും. പക്ഷേ ഇരുവരും പരസ്പരം അത് പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ വീട്ടുകാർ തന്നെ. ആരെയും നോക്കാതെ ഉള്ളിലുള്ളത് വെട്ടി തുറന്നു പറഞ്ഞു പെണ്ണ്. ഇവളിന്നെല്ലാം കുളവാക്കും. എനിക്കിഷ്ടമുണ്ടായാൽ മാത്രം പോരല്ലോ. സഹറിൻ്റെ ഇഷ്ടം പോലും ചോദിക്കാതെ ഇവൾ ഈ മീൻ പഠിക്കുന്നത്. ഇന്നത്തോടെ എല്ലാം കുളവായി. എഴുന്നേറ്റ് നിന്ന പങ്കു കാര്യം അറിഞ്ഞതും തലയിൽ കൈതാകി ഇരുന്നിടത്ത് തന്നെ ഇരുന്നു പോയി. ആരാടാ പെണ്ണ്? നീ എന്താ ഇക്കാര്യം ഞങ്ങളോട് പറയാഞ്ഞേ? എവിടത്തെയാ കൊച്ച്? അവനടുത്തിരുന്ന വിപിൻ അപ്പോഴേക്കും ചെക്കൻ്റെ ചെവി തിന്നുവാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ പങ്കുവിന് നേരിട്ട് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? അനുമോൻ്റെ ഇഷ്ടം നടത്തി കൊടുക്കുന്നത് പോലെ നമ്മൾ അവൻ്റെ ഇഷ്ടവും നടത്തി കൊടുക്കില്ലേ? ഞങ്ങൾ വീട്ടുകാരെന്തിനാ അവൻ്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നേ? നാരായണിയമ്മ കാര്യങ്ങൾ മനസ്സിലാവാതെ ചോദിച്ചുപോയി. ഏതാ കൊച്ച്? ഓഫീസിലുള്ള വല്ലവരും ആണോ? കൃഷ്ണദാസ് ഇടയിൽ കയറി തിരക്കി. ആരായാലും പറ മോളെ. 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കങ്ങ് നടത്തി കൊടുത്തേക്കാം. ദേവരാജനും പങ്കുവിനെ അനുകൂലിക്കുന്നത് പോലെയാണ് സംസാരിച്ചത്. ആളെ നിങ്ങളറിയും. ഇത്തിരി മാറി എല്ലാവരുടെയും നടുവിൽ കൈ തലയിൽ താങ്ങിയിരിക്കുന്നവനെ നോക്കി ചുമ്മാ ഉച്ചത്തി പറഞ്ഞു. അവൻ്റെ ആ ഇരിപ്പിൻ്റെ പിന്നിലുള്ള കാരണം അവൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പങ്കു ഒരിക്കലും അവൻ്റെ ഇഷ്ടം സഹറിനോട് ഇതുവരെയും സംസാരിച്ചിട്ടില്ല. സഹറിന് തിരിച്ചു അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം അതവൻ ഇതുവരെയായിട്ടും അറിയത്തുമില്ല. പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയുന്നതിന് മുൻപേ തന്നെ അവൻ്റെ കാര്യം ഇവിടെ പറയുന്നതുകൊണ്ടുള്ള ആദ്യമാണ് ചെക്കനിപ്പോൾ. ചുമ്മാ മനസ്സിൽ ചിന്തിച്ചു. ആരാ മോളെ? മായമ്മ പൊടുന്നനെ ചോദിച്ചു. സഹർ. ചുമ്മാ എല്ലാവരെയും ഒന്ന് ശ്രദ്ധയോടെ നോക്കിയിട്ട് ഉറപ്പോടെ വിളിച്ചു പറഞ്ഞു. അതൊരപേക്ഷയോ അനുവാദം ചോദിക്കലോ ആയിരുന്നില്ല. പകരം ഒരു തീരുമാനമായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു ഞെട്ടലാണ് ആദ്യം പടർന്നതെങ്കിൽ കണ്ണൻ്റെ മുഖം മാത്രം അത് പ്രതീക്ഷിച്ചെന്ന വണ്ണം തീർത്തും നിർവികാരമായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൊന്നും സ്റ്റോറിയൊന്നും ഇടാൻ പറ്റിയില്ല. കാരണം ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ടാണ്. മറ്റൊന്നും വിചാരിക്കരുത്, മടിയല്ല കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ ഉറപ്പായിട്ടും വരാവേ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ സ്റ്റോറിയെക്കുറിച്ച് 1-2 കമൻറ്റുകൾ എഴുതിയിട്ട് പോവുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.